നമസ്കാരം സഖിരെ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുട്ടമ്പളയിൽ നിന്ന് വരുന്നുള്ള കടമംഗലം ജംഗ്ഷനിലെത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ കലാസംവിധാനത്തിന് ഇവിടെ തെയ്യവും മൺകലാരൂപം ഏർപ്പെടുന്നതാണ് കെട്ടുകാഴ്ച കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് അതിമനോഹരമായ നേട്ടയാണ് കടമംഗലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ കേരളത്തിന്റെ മനോഹാരിത സന്തോഷം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ വിശ്വരൂപം കൊല്ലം അണിയിച്ചൊരുക്കിയ അതിമനോഹരമായ ഒരു കെട്ടുകാഴ്ചയും അതോടൊപ്പം തന്നെ ഉഗ്രരൂപിണി എന്ന് പറയുന്ന കെട്ടുകാഴ്ചയും പുറപ്പെട്ട hydraulic mechanical 3D sliding machine ഹരിയാട്സ് അണിയിച്ചൊരുക്കുന്നു വിശ്വശില്പചാരുത. കൂർമാവതാരം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഡിജയുടെയും ചന്ദ്രമേളത്തിന്റെയും അകമ്പടിയോടുകൂടി വളരെ വർണ്ണാഭമായിയാണ് എന്നുള്ള കഥ ഇപ്പോൾ ഹരിശ്രീ ഹോസ്പിറ്റൽ സമീപം എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വളരെ അതിമനോഹരമായ ഒരു യാത്രയാണ് നിവാസികൾ വളരെ മനോഹരമായ ഒരു കഥയാണ് കുട്ടമ്പ കമ്മിറ്റി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്.
ഊഷ്മമായ ഒരായിരം ഉത്സവ ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വേലമുക്ക് നിന്നും പുറപ്പെട്ടുള്ള പേട്ടയിലേക്ക് ഒന്ന് പോയി വരാം. വേലമുക്കിൽ നിന്നും വിവിധ നാടൻ കലാരൂപങ്ങളും ചെണ്ടമേളവും അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേക സവിശേഷമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഉലക്ക ഡാൻസ് എന്ന് പറയുന്ന ഒരു കലാപരിപാടി വേലമുക്കിൽ നിന്നും പേട്ടയിൽ ചേർത്തിട്ടുണ്ട്. ആ ഉലക്ക നൃത്തത്തിന്റെ ആഘോഷമാണ് ഞങ്ങൾ ചേർന്ന് ജനങ്ങളിൽ ആവേശം അരമണിക്കൂറിനകം കൊണ്ട് തന്നെ ആ കെട്ടുകാഴ്ച കലമറ ജംഗ്ഷനിൽ എത്തിച്ചേരും. ഭഗവാന്റെ ഘോഷയാത്രയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ശാസ്ത്രാനുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ ഘോഷയാത്രയും മറ്റു ഭഗവായ ഘോഷയാത്രയോടൊപ്പം തന്നെ വൈകിട്ട് ഏകദേശം 5:30 മണി 6 മണിയോടുകൂടി എത്തിക്കുന്നു. ഇന്ന് അത് അവിടെ നിന്നും എടുത്ത് ഭഗവാന് ചാർത്തുന്നതിനുള്ള സമയം അടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള
പള്ളിവാളത്തിയ ഘോഷയാത്രയാണ് ഇപ്പോൾ ക്ഷേത്ര മഹാവദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏവർക്കും ചതയമംഗലം മലയാള മഹോത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ ഭക്തർക്കും ഞങ്ങളുടെ ഉത്സവ ആശംസകൾ നേരുന്നു. ഒപ്പം തത്സമയ ദൃശ്യങ്ങളുമായി നിങ്ങളോടൊപ്പം സാക്ഷിക്കുകയും ഒപ്പം ഉണ്ടാവും. ഭഗവാന്റെ തിരുവാഭരണം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വള്ളിവാളന്തിയ ഘോഷയാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ കല്ലുമലയിൽ നിന്നുള്ള വേട്ട മഹാദേവ സന്നിധിയിൽ എത്തുകയും അവിടെ നിന്ന് ഭഗവാന്റെ തിരുവാഭരണം കൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുകയും ഈ ഘോഷയാത്രയിൽ കർമ്മം നടക്കും. ഇതിൽ എല്ലാവർക്കും ഭക്തജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും ഉണ്ടാകണമെന്ന് ഉപദേശ സമിതിക്ക് വേണ്ടി കമ്മിറ്റി പറയുന്നതോടൊപ്പം തന്നെ സമഗ്രമായ ക്ഷേമങ്ങളിൽ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ചാരുതയെന്ന് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ബഡ്ജറ്റിൽ അനുയോജ്യമായി മികച്ച പാക്കേജുകൾ ഞങ്ങൾ നൽകുന്നു. ഹലോ.
ഇപ്പോൾ നമ്മളോടൊപ്പം സാക്ഷി ടിവിയോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതി അംഗം ശ്രീ മടത്തിൽ മോഹനപിള്ള ചേരുകയാണ്. അദ്ദേഹം ഉത്സവത്തിന്റെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന ചടങ്ങുകളെ കുറിച്ചൊക്കെ സാക്ഷി ടിവിയോട് വിശദീകരിക്കുന്നതാണ്. ശംഭോ മഹാദേവ സ്വാമിയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഭക്തജനങ്ങളെ, ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവമായ ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന്റെ തിരുവാഭരണം എഴുന്നള്ളത്ത് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കുഞ്ഞയ്യപ്പ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും അതുപോലെ തന്നെ തിരുവാഭരണ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവാഭരണം ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇന്ന് വൈകുന്നേരത്ത് 5 മണി വരെ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. അത് എല്ലാ ഭക്തജനങ്ങളും തിരുവാഭരണം കണ്ട് വണങ്ങി വലിയ കാണിക്ക അർപ്പിച്ച് പറയിട്ട് പോയിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര കുഞ്ഞയ്യപ്പ ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണത്തോടു കൂടിയുള്ള യാത്ര ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ശംഭോ മഹാദേവ സ്വാമിയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. നമ്മളോടൊപ്പം ക്ഷേത്ര പുനരുദ്ധാര കമ്മിറ്റി അംഗം ശ്രീ രാധാകൃഷ്ണപിള്ള സാർ ചേരുകയാണ്. ആദരണീയരായ ഭക്തജനങ്ങളെ, ചരിത്രമുറങ്ങുന്ന ചടയമംഗലത്തെ ദേശീയ ഉത്സവമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം. ശബരിമലയുടെ രൂപവും ഭാവവുമുള്ള ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം, 18 പടികളുള്ള ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം, പമ്പാ ഗണപതി ഭഗവാന്റെ ചൈതന്യം പ്രസരിക്കുന്ന ഗണപതി ഭഗവാനും മാളികപ്പുറത്തമ്മ ലോകമാതാവും കുടികൊള്ളുന്ന ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവർ പോലും ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒത്തുചേരുന്നു എന്നുള്ളതാണ് ഈ മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ വൈകുന്നേരം കൊട്ടാരക്കര ദേവസ്വം അധികാരികളിൽ നിന്നും ഏറ്റുവാങ്ങിയ തിരുവാഭരണം ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയുണ്ടായി. ആ സമയം മുതൽ ഭക്തജനങ്ങൾക്ക് നേരിൽ കണ്ട് സായുജ്യമടയുന്നതിനും പറയിടുന്നതിനും കാണിക്കയിടുന്നതിനുള്ള സൗകര്യം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും തിരുവാഭരണം ഘോഷയാത്രയായി ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിലെത്തി തിരുവാഭരണം ഭഗവാന് ചാർത്തി ഭക്തജനങ്ങൾ തിരുവാഭരണം ദർശിച്ച് സായുജ്യമടയുന്ന ഭക്തിപുരുഷരമായ ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. മുഴുവൻ ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണവും സ്നേഹ കടപ്പാടുകളുമൊക്കെ ഈ ക്ഷേത്രോത്സവം ഇനിയും വികസിച്ച് ഈ നാടിന്റെ അഭിമാനമായി മാറുന്നതിന് ഉതകുമാറാകട്ടെ എന്ന് ജഗദീശ്വരന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മളോടൊപ്പം തന്നെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് അവറുകൾ ഇപ്പൊ സാക്ഷി ടിവിയോട് തത്സമയം ചേരുകയാണ്. ഈ പേട്ടയിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണ പേട്ടയോടൊപ്പം ഇവിടെ നിന്ന് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. ഒരു പിതൃപുത്ര ബന്ധത്തിന്റെ പ്രാധാന്യമാണ് അവിടെ കാണുന്നത്. ശ്രീ പരമേശ്വരന്റെ സൗധത്തില് ഇന്ന് എത്തിച്ചേർന്ന തിരുവാഭരണം എന്ന് ഭഗവാൻ അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി അണിയിച്ചു കഴിഞ്ഞ് ദീപാരാധനയോടുകൂടി ഈ കഴിഞ്ഞ 10 നാള് നടന്ന മകരവിളക്ക് മഹോത്സവത്തിന്റെ സമാപ്തി കുറിക്കുകയാണ്. ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു സംരംഭമാണ്. ഇതിനകത്ത് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഈ കടക്കൽ തിരുവാതിരയും അതുപോലെ തന്നെ കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മേട തിരുവാതിരയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രാതിനിധ്യമുള്ള ഒരു ദേശീയ ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാതിനിധ്യവും ഇനിയും ഉണ്ടാകട്ടെ എന്നും അതിന് ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്നും മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
സാക്ഷി ടിവിയുടെ പ്രേക്ഷകരോട് ഉത്സവത്തിന്റെ ഇനിയുള്ള മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ പേട്ട മഹോത്സവങ്ങൾ പേട്ടകൾ അമ്പലത്തിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഗാനമേള കൂടി കഴിയുമ്പോൾ അത് പര്യവസാനിക്കും. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി മുൻ സെക്രട്ടറിയും ലാവറ കുടുംബാംഗവുമായ ശ്രീ പ്രകാശ് അവരുടെ സാക്ഷി ടി വി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ഭക്തജനങ്ങളെ, മഹാദേവ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണം വഹിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി വന്നിട്ടുള്ള ഘോഷയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സകല ചടങ്ങുകളോടുകൂടി ഇവിടുന്ന് തിരുവാഭരണം വഹിച്ച് ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ പോവുകയും അതിനെ അനുഗമിച്ചുകൊണ്ട് കല്ലുമല പേട്ട ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന പേട്ടകൾ അതിനെ അനുഗമിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തി തിരുവാഭരണം ചാർത്തി ഭഗവാനെ ദർശിക്കാനുള്ള അവസരം 6:30 ശേഷമുള്ള മുഹൂർത്തത്തിലാണ് തിരുവാഭരണം ചാർത്തുന്നത്. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും അയ്യപ്പ ഭഗവാനെ ദർശിച്ച് സായുജ്യം അടയുന്നതിന് എല്ലാ ഭക്തജനങ്ങളും വന്ന് ഒത്തുചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മോഹൻ അവർകൾ സാക്ഷി ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഈ തത്സമയം ചേരുകയാണ്. ശംഭു മഹാദേവ. ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊട്ടാരക്കര ദേവസ്വം അധികാരികളിൽ നിന്നും ഏറ്റുവാങ്ങിയ തിരുവാഭരണം വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി അമ്പലത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇന്ന് 6:30 മണിയോടുകൂടി ഇവിടുന്ന് തിരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര അയ്യപ്പ ക്ഷേത്രത്തിലെത്തി തിരുവാഭരണം ചാർത്തി പൂജയോടുകൂടി മകരവിളക്കിന് സമാപനം കുറിക്കുകയാണ്. ആ മകരവിളക്കിന് അനുബന്ധിച്ചുള്ള വിവിധ പേട്ടകൾ 6:30 ശേഷം റോഡിലെത്തും. ഈ ഉത്സവത്തിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കല്ലുമലപ്പേട്ടയിൽ കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്പസമയത്തിനകം സാക്ഷി ടി വി കല്ലുമല പേട്ടയുമായി ചേരുന്നതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തത്സമയ ദൃശ്യം ഒരു അല്പസമയത്തിനകം വീണ്ടും ഞങ്ങൾ പുനരാരംഭിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്സവ ആശംസകൾ.